सिंधु हमारा है और सिंधु हमारा रहेगा, या इस दरिया से हमारा पानी बहेगा या उनका खून बहेगा. യുദ്ധമുണ്ടായാൽ ആണവായുധം പ്രയോഗിക്കുമെന്ന് പാക് പ്രതിരോധ മന്ത്രി ഖവാജ ആസിഫും വെല്ലുവിളിച്ചു. ലണ്ടനിലെ പാകിസ്ഥാൻ ഹൈക്കമ്മീഷന് മുന്നിൽ പാക് സൈനിക ഉദ്യോഗസ്ഥൻ ഇന്ത്യക്കാർക്കെതിരെ ഭീഷണി ആംഗ്യം കാണിച്ചു. പാകിസ്ഥാനെതിരെ പ്രതിഷേധിച്ചവർക്ക് നേരെയാണ് ആംഗ്യം. ഹൈക്കമ്മീഷനിലെ ഉദ്യോഗസ്ഥനായ കേണൽ തൈമൂർ റാഹത്താണ് ആംഗ്യം കാണിച്ചത്. 2008 അത്ര സുഖകരമല്ലാത്ത രീതിയിൽ തുടർന്നു പോന്ന ഇന്ത്യ പാക് ബന്ധം കൂട്ടിയോജിപ്പിച്ചതിലെ ഏറ്റവും ശക്തമായ ചരട് സിന്ധു നദീജല കരാർ അഥവാ ഇൻഡസ് വാട്ടേഴ്സ് ട്രീറ്റി. പഹൽഗാം ആക്രമണം ഇന്ത്യയുടെ ആഭ്യന്തര സുരക്ഷാ വീഴ്ച കൊണ്ട് ഉണ്ടായതാണെന്നും പാകിസ്ഥാന് പങ്കില്ലെന്നും ആവർത്തിക്കുകയാണ് പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ്. സുതാര്യവും നിഷ്പക്ഷവുമായ അന്വേഷണം നടക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. പാകിസ്ഥാൻ ആർമി കേഡറ്റുകളുടെ പാസിംഗ് ഔട്ട് പരേഡിൽ പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം. നേരത്തെ അന്താരാഷ്ട്ര നിരീക്ഷണത്തിലുള്ള അന്വേഷണം നടക്കട്ടെയെന്ന് പാക് പ്രതിരോധ മന്ത്രിയും പറഞ്ഞിരുന്നു. നയതന്ത്ര യുദ്ധത്തിൽ മുടന്തുമ്പോഴും ലോകരാജ്യങ്ങൾ ഒറ്റപ്പെടുത്തുമ്പോഴും പാകിസ്ഥാൻ നേതാക്കൾ പക്ഷേ പ്രകോപനം നിർത്തുന്നില്ല. സിന്ധു നദീജലം തടയാനുള്ള ഇന്ത്യൻ തീരുമാനത്തിനെതിരെ യുദ്ധം നടത്തുമെന്നാണ് ബിലാവൽ ഭൂട്ടോ ഭീഷണി മുഴക്കുന്നത്. സിന്ധു നദീജലം പാകിസ്ഥാന്റേതാണെന്നും വെള്ളം തടഞ്ഞാൽ പകരം ചോരപ്പുഴ ഒഴുക്കുമെന്നുമാണ് ഭീഷണി. ഭീകരാക്രമണം അടക്കം നമ്മുടെ രാജ്യത്ത് നടന്ന ഭീകരാക്രമണങ്ങളിൽ പാകിസ്ഥാന്റെ പങ്ക് വ്യക്തമാക്കുന്ന തെളിവുകൾ നേരത്തെ തന്നെ പുറത്തു വന്നതാണ്. അപ്പോഴാണ് പഹൽഗാമിൽ പുതിയ അന്വേഷണം വേണമെന്ന് പാകിസ്ഥാൻ ആവശ്യപ്പെടുന്നത്. പാകിസ്ഥാനെതിരെ കൃത്യമായ തെളിവുകൾ കൈവശമുള്ളത് കൊണ്ട് തന്നെയാണ് നയതന്ത്ര തലത്തിൽ ശക്തമായ തീരുമാനങ്ങൾ എടുക്കാൻ നമ്മുടെ രാജ്യത്തിന് കഴിയുന്നത്. ഡൽഹിയിൽ നിന്നും ശ്രീനാഥ് ചന്ദ്രൻ, 24.